എല്ലാവർക്കും നമസ്കാരം. റീമൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് രുചികരമായ പെപ്പർ ചിക്കനാണ്. അതിനായിട്ട് 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കൻ പുരട്ടുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്തോട്ട് വയ്ക്കുക. പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 4 വലിയ സവാള നൈസായിട്ട് നീളത്തിലരിഞ്ഞത്, 20 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇതെല്ലാം കൂടി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് എളുപ്പം വാടി വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. ഉള്ളിയൊക്കെ പകുതി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 15 മിനിറ്റ് അടച്ചു വെച്ച് വീണ്ടും ആവിയിൽ വേവിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറക്കുക. തക്കാളി, ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് 15 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറക്കുക. ചിക്കൻ ആവിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനൊരു 2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, ചിക്കനിലും ഉള്ളിയിലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറക്കുക. ഈ ചിക്കൻ മസാലയും ഉള്ളി എല്ലാം കൂടെ ചേർന്ന് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിനൊരു 15 മിനിറ്റ് അടപ്പ് തുറന്ന് വെച്ച് വേവിക്കുക. ഇതിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വരട്ടെ. ഗ്രേവി എല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. മസാലയെല്ലാം ചിക്കനിൽ പിടിച്ച് ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലി ഇലയും കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിനെ തീ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബായ്.